തന്റെ പേര് ലഭിക്കാത്തത് കാരണം ഭൂമി വിൽക്കാൻ കഴിഞ്ഞില്ല. അട്ടപ്പാടിയിൽ കർഷകൻ ആത്മഹത്യ ചെയ്തു. അഗളി ചിറ്റൂർ പുലിയർ സ്വദേശി വണ്ടർകുന്നയിൽ ഗോപാലകൃഷ്ണനാണ് മരിച്ചത്. 60 വയസ്സായിരുന്നു. സഹകരണ ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസും ലഭിച്ചിരുന്നു. പേരിന് അപേക്ഷ കൊടുത്തായിരുന്നു. അത് കിട്ടാൻ താമസമുണ്ട്. അതിൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നു ചേട്ടനെ. പിന്നെ കാലിന് സുഖമില്ലാതായി, കുറേ മരുന്ന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. അതിൻ്റെ കുറച്ച് കടങ്ങളുണ്ടായിരുന്നു. പിന്നെ കാലിന് ഇനി മാറില്ല ഉള്ളൊരു ചിന്തയും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. തൻ്റെ പേരിന് എന്തൊക്കെയാ ചെയ്യും? കാല് വയ്യാതെ അകലേക്ക് പോയി കൊടുത്തതാണ്. കാല് വയ്യാതെ യാത്ര ചെയ്യാൻ ആൾക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ട് പോയി കൊടുത്തിട്ട് അതിൻ്റെ ഒരു നടപടി ആയില്ല. അതിൻ്റെ ടെൻഷനും ഉണ്ടായിരുന്നു. അത് കിട്ടിയാലേ ഞങ്ങൾക്ക് അവിടുത്തെ സ്ഥലം വിറ്റിട്ട് ഞങ്ങൾക്ക് ഇവിടെ കടം വീട്ടാനും ഞങ്ങൾക്ക് ഇവിടെ മേടിക്കാനും ഒക്കെ പറ്റുള്ളൂ. കർഷകനായിരുന്ന ഗോപാലകൃഷ്ണൻ ഏറെ നാളായി അസുഖബാധിതനായിരുന്നു. മണ്ണാർക്കാട് പ്രാഥമിക കാർഷിക ഗ്രാമവികസന ബാങ്കിൽ നിന്ന് 2 വായ്പകളിലായി 8 ലക്ഷം രൂപ കുടിശ്ശിക അടയ്ക്കാനുണ്ട്. ചികിത്സാ ചെലവ് ഉൾപ്പെടെ വേറെയും ബാധ്യതകളുള്ളതിനാൽ സ്ഥലം വിൽപ്പന നടത്താനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ സ്ഥലത്തിന്റെ തണ്ടപ്പേര് ലഭിക്കാത്തത് കാരണം വിൽപ്പന മുടങ്ങി. മണ്ണാർക്കാട് മൂപ്പിൽ സ്ഥാനത്തിന് കീഴിൽ വെറും പാട്ടാവകാശമായി കൈവശം വെച്ചിരുന്ന കൃഷ്ണൻകുട്ടിക്ക് അഗളി ലാൻഡ് ട്രൈബ്യൂണൽ പതിച്ചു നൽകിയ സ്ഥലമാണ് ഗോപാലകൃഷ്ണൻ വാങ്ങിയത്. എന്നാൽ സ്ഥലത്തിന്റെ നികുതി അടയ്ക്കുന്നതും തണ്ടപ്പേര് പിടിക്കുന്നതും കളക്ടറുടെ ഉത്തരവിലൂടെ നിർത്തിവെച്ചിരുന്നു. ഇതോടെ നികുതി അടയ്ക്കുന്നതും ഭൂമി വിൽക്കുന്നതും മുടങ്ങി. ഇതിൽ മനംനൊന്ത് തെങ്കരയിലെ വാടക വീട്ടിൽ വെച്ച് വിഷം കഴിക്കുകയായിരുന്നു. ഗുരുതരാവസ്ഥയിലായ ഗോപാലകൃഷ്ണനെ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചു. അഗളി പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഗോപാലകൃഷ്ണൻ. വായ്പാ കുടിശ്ശികക്കാർക്ക് നൽകാറുള്ള സാധാരണ നോട്ടീസ് മാത്രമാണ് ബാങ്ക് നൽകിയിട്ടുള്ളതെന്നും മറ്റ് നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നും മണ്ണാർക്കാട് പ്രാഥമിക കാർഷിക ഗ്രാമവികസന ബാങ്ക് അധികൃതർ അറിയിച്ചു. തന്റെ പേരിന് അപേക്ഷ നൽകാനായി നവംബറിൽ ബാങ്കിൽ നിന്ന് ആധാരത്തിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടതനുസരിച്ച് നൽകിയിരുന്നതായും ബാങ്ക് അധികൃതർ അറിയിച്ചു. സ്ഥലത്തിന്റെ ഒരു രേഖാപ്രശ്നം ഉണ്ടായിരുന്നു. ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് സ്ഥലം വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചാണ്. അത് വിൽക്കാൻ നടന്നില്ല. അതിൻ്റെ അടിയാധാരം കിട്ടാത്തതുകൊണ്ട്, തണ്ടപ്പേര് കിട്ടാത്തതുകൊണ്ട് ആ മനോവിഷമത്തിലാണ് ആൾ മരിച്ചത്. തണ്ടപ്പേര് കിട്ടാൻ വേണ്ടി കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതിന് മറുപടിയൊന്നും കിട്ടിയില്ല. കുറേ നടന്നു. സാമ്പത്തിക പ്രശ്നമുള്ളതുകൊണ്ട് ആൾ ആത്മഹത്യ ചെയ്തിട്ടാണ്